വിജയ് ചിത്രം ജനനായകന് തിരിച്ചടി. സെൻസർ സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ നിർമ്മാതാക്കൾ ഉന്നയിച്ച ഹർജി സുപ്രീം കോടതി തള്ളി. മദ്രാസ് ഹൈക്കോടതിയെ സമീപിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം. വിജയ് ചിത്രം കോടതി കയറിയതോടെ ആരാധകരും നിരാശയിലാണ്. വിജയ് ആരാധകർക്ക് വീണ്ടും നിരാശ. ജനനായകൻ റിലീസ് വൈകും. ചിത്രം പെട്ടിയിലാകുമോ എന്ന ആശങ്കകളും ഇപ്പോൾ സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. എന്താണ് വിജയ് ചിത്രത്തിന് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? വിജയ് ചിത്രം ജനനായകന്റെ റിലീസുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങളാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനാലാണ് ജനുവരി 9 പ്രഖ്യാപിച്ചിരുന്ന ചിത്രത്തിന്റെ റിലീസ് വൈകിയത്. ഇതിന് പിന്നാലെ സിനിമയുടെ സെൻസർ അനുമതിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ച നിർമ്മാതാക്കളും എത്തി. അതിനിടെ ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയതോടെ നന്ദമുരി ബാലകൃഷ്ണൻ നായകനായി എത്തിയ ഭഗവന്ത് കേസിലൂടെ റീമേക്കാണ് ജനനായകൻ എന്ന ചർച്ചകളും രൂപപ്പെട്ടു. ഇപ്പോഴിതാ സെൻസർ സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ വിജയ് ചിത്രത്തിന് തിരിച്ചടിയാണ്. നിർമ്മാതാക്കൾ ഉന്നയിച്ച ഹർജി സുപ്രീം കോടതി തള്ളി. നിർമ്മാതാക്കളോട് ഹൈക്കോടതിയിൽ തന്നെ കാര്യം ഉന്നയിക്കാനാണ് സുപ്രീം കോടതി പറയുന്നത്. മദ്രാസ് ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുന്നത് ഉചിതമല്ല എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. വരുന്ന ജനുവരി 21 മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ജനനായകൻ കേസ് പരിഗണിക്കാൻ വെച്ചിരിക്കുന്നത്. സെൻസർ ബോർഡിൽ നിന്ന് ഇതുവരെ സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം പ്രദർശനാനുമതി നൽകിക്കൊണ്ട് സിംഗിൾ ബെഞ്ച് പുറപ്പെടുവിച്ച ഉത്തരവ് മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് തടഞ്ഞിരുന്നു. ഇതിനെ തുടർന്നാണ് നിർമ്മാതാക്കൾ സുപ്രീം കോടതിയിലെത്തിയത്. സെൻസർ ബോർഡ് നീക്കങ്ങളെ അട്ടിമറി നടന്നെന്ന നിർമ്മാതാവ് വെങ്കട് കെ നാരായണ നേരത്തെ തന്നെ ആരോപണമുന്നയിച്ച് രംഗത്തെത്തി. നിർദ്ദേശിച്ച മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയിട്ടും സർട്ടിഫിക്കറ്റ് ലഭിച്ചില്ലെന്നും അദ്ദേഹം പറയുന്നു. സെൻസർ ബോർഡ് ആദ്യം നിർദ്ദേശിച്ച മാറ്റങ്ങൾ വരുത്തിയ ശേഷവും സർട്ടിഫിക്കറ്റ് നൽകാതെ മനഃപൂർവ്വമാണ് റിലീസ് വൈകിപ്പിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജനനായകന്റെ നിർമ്മാതാക്കൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതായത് സെൻസർ ബോർഡ് നിർദ്ദേശിച്ച 27 മാറ്റങ്ങളാണ് ചിത്രത്തിൽ നിലവിൽ വരുത്തിയിട്ടുള്ളത്. മതവികാരം വ്രണപ്പെടുത്തിയെന്നും സായുധ സേനയെ മോശമായി ചിത്രീകരിച്ചുവെന്നതടക്കമുള്ള പരാതികളെ തുടർന്നാണ് ചിത്രം പുനഃപരിശോധനയ്ക്കായി റിവൈസിംഗ് കമ്മിറ്റിക്ക് കൈമാറിയതെന്നാണ് സെൻസർ ബോർഡ് കോടതിയിൽ നൽകിയ വിശദീകരണം. അതേസമയം സിനിമയ്ക്കെതിരായ സെൻസർ ബോർഡ് തീരുമാനത്തെ ഹൈക്കോടതി വിമർശിച്ചിരുന്നു. പലയിടത്തും സിനിമയുടെ ബുക്കിംഗ് ഉൾപ്പെടെ ആരംഭിച്ച ഘട്ടത്തിലാണ് സിനിമയ്ക്ക് വലിയൊരു തിരിച്ചടി നേരിടേണ്ടി വന്നത്. ഇത് ആരാധകർക്കിടയിലും ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ്. പലയിടങ്ങളിലും ടിക്കറ്റുകൾ റീഫണ്ട് ചെയ്തു. ഇതിലൂടെ ചിത്രത്തിന് കോടികളുടെ നഷ്ടമാണ് ഇപ്പോഴേ ഉണ്ടായത്. ഹിന്ദി, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളിലെ ഡബ്ബ് ചെയ്ത പതിപ്പുകൾക്ക് അനുമതി നൽകുന്നതിന് മുമ്പ് ചിത്രത്തിന്റെ തമിഴ് പതിപ്പിന്റെ സർട്ടിഫിക്കേഷൻ ആവശ്യമാണ്. എന്തായാലും വിജയ് ചിത്രം വൈകുന്നതിൽ കടുത്ത നിരാശ തന്നെയാണ് സിനിമാ ലോകത്ത് മൊത്തമായി പുകയുന്നത്. ഈ വിഷയം പല ചോദ്യങ്ങളായി മാറുകയാണ്. ഇതിനുത്തരം ഇതുവരെ ലഭിച്ചിട്ടില്ല. അതോടുകൂടി തന്നെ വിജയ് ചിത്രം പെട്ടിയിലാകുമോ എന്നൊരാശങ്കയും ആരാധകർക്കിടയിൽ ചർച്ചയാകുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.